നാടിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാം മറന്നുകൊണ്ട് വീടിനെ പറ്റിയൊന്നും അദ്ദേഹം ചിന്തിക്കാറില്ല. കോട്ടപ്രദേശം ചാലക്കുടിയിലെ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് കുറേ കാലം ഭരിച്ചിരുന്നു. അത് നഗരസഭയാക്കി 1 വർഷത്തോളമായപ്പോഴേക്കും അച്ഛന് സുഖമില്ലാതെ കണ്ടായി. പെട്ടെന്ന് 1 വർഷം ഇരുന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വയ്യാണ്ടായപ്പോൾ CA ജോർജേട്ടനെയാണ് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് CA ജോർജേട്ടൻ്റെ അച്ഛനാണ്. പനമ്പള്ളി കോളേജിന് വേണ്ടി 2 ഏക്കറോളം സ്ഥലം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ? ആ പണി ആരംഭിക്കുന്നതിനെ കുറിച്ച് MPയുടെ അടുത്ത് കഴിയുമ്പോൾ വേറെ വർത്താനം പറയും, AEയുടെ അടുത്ത് കഴിയുമ്പോൾ വേറെ വർത്താനം പറയും. എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ റീറ്റെയിൽ മോൾ നിർമ്മിക്കുന്നതിനാണ് വച്ചിരിക്കുന്നത്. ഇതിന്റെ പ്ലാൻ തയ്യാറാക്കിയിരുന്നത് ആ ഹൈവേയുടെ സർവീസിൽ നോടിക്കൊണ്ട് തോട് വിട്ടിട്ട് വരുന്ന ഭാഗത്ത് റീറ്റെയിൽ മോൾ പണിതുകൊണ്ട് ആ റീറ്റെയിൽ മോളിന് 6 പില്ലർ ഫയലിംഗ് ചെയ്ത് അതിനുള്ളിൽ വരണം. അപ്പൊ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോ അതിന്റെ കോൺക്രീറ്റ് എന്തായാലും അതിന്റെ റീൻഫോഴ്സ്മെന്റ് കമ്പി മാത്രം നമുക്ക് എസ്റ്റിമേറ്റ് വരേണ്ട കാര്യമുള്ളൂ. അതിലേക്ക് ഫയലിംഗിന്റെ കോൺക്രീറ്റും ബാക്കി വരുന്ന റീറ്റെയിൽ കോൺക്രീറ്റ് അതിലുണ്ട്. അപ്പൊ ഇത് തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഇത് ചെയ്തു. ആരും എടുത്തില്ലെന്ന് പറയും. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്താ വെച്ചാൽ മണ്ണ് ബില്ലയില്ല. എന്ത് റീറ്റെയിൽ മോള് പണിത് കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പോഴത്തെ മണ്ണ് ബില്ലയില് ഈ മണ്ണ് ബില്ലയിൽ ടവർ സ്ലാബ് വെച്ചിട്ടില്ല. ഈ റോട്ടിന് ഈ റീറ്റെയിൽ മോളെ പറഞ്ഞിട്ട് ഈ കുതിര ചാടണമായി ഈ തോടിന് ചാടിയിട്ട് മണ്ണടിക്കാൻ പറ്റുമോ? ഈ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത്? ഈ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രോജക്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിക്കണേ? മണ്ണടിക്കാൻ പറ്റില്ല. അപ്പോ ഇനി ദയവ് ചെയ്ത് 50 ലക്ഷം രൂപ 50 ലക്ഷം രൂപ കാണാതിപ്പോ പിന്നെ കുറെ ആളെ 10 ലക്ഷം രൂപ ഉണ്ട് പ്രോജക്ട്. ഇപ്പൊ അതും ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഒരു പൈസ പോലും വെച്ചിട്ടില്ല പ്രോജക്ട് നടപ്പിലാക്കാൻ പോവാ. പക്ഷെ അടുത്ത തവണ നമുക്ക് ഈ വരുന്ന സമയത്ത് ഈ 50 ലക്ഷം രൂപ ഒരുമിച്ച് വെക്കണം. നമുക്ക് വച്ച് കഴിഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങണം. എംബ്രാന്തിരി സാറിന്റെ പേരില് പണിയുന്ന ബിൽഡിംഗ് ആണത്. ഇവിടെ അനക്സ് കൊണ്ടു CA ജോർജിന്റെ പേരില്. ആദ്യം പണിയുന്ന ആരുടെ പേരില്ല? എംബ്രാന്തിരി സാറിന്റെ പേരില്. ആ പാവം ഇപ്പോൾ അവിടെ അനാഥപ്രദമായിട്ട് കിടക്കുന്നത്. ഇവിടെ അത് കൊണ്ടിട്ട് ഇതിന് നമ്പർ 2 കിടക്കണം, ഇതിന് നമ്പർ 2 കിടക്കണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി പണ്ട് കാലങ്ങളിൽ തങ്ങൾക്കുള്ള സ്വത്തിൽ നിന്നും സമൂഹത്തിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ഒരുപാട് വികസനങ്ങൾക്ക് തുടക്കം കുറിച്ച ചില ആധികാരികന്മാരുണ്ട്. ചാലക്കുടി നഗരസഭയിലും അങ്ങനെ ഒരു ആധികാരികനുണ്ടായിരുന്നു. ചാലക്കുടി നഗരസഭയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിരുന്നിട്ടുള്ള PT എംബ്രാന്തിരി സ്വാമി അവർകൾ എന്ന് പറയുന്ന ഒരു കർമ്മനിരതനായ മനുഷ്യൻ. അദ്ദേഹമാണ് പ്രഥമ ചെയർമാനായിരുന്ന CA ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആദരവ് അർഹിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ് ഈ എംബ്രാന്തിരി സ്വാമി. അതുകൊണ്ട് തന്നെ CB ജോർജ് ചെയർമാനായിരിക്കുന്ന സമയത്ത് ആലീസ് ഷിബു അവതരിപ്പിച്ച ബഡ്ജറ്റിൽ, അന്നത്തെ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള ആലീസ് ഷിബു അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അദ്ദേഹത്തിന് ഉൾപ്പെടെ PT എംബ്രാന്തിരി സ്വാമി ഉൾപ്പെടെ ചാലക്കുടിയുടെ നഗരസഭയുടെ ചെയർമാൻമാരായിരുന്ന എംബ്രാന്തിരി സ്വാമി, CA ജോർജ്, മാധവൻ നായർ, അതുപോലെ തന്നെ കൊച്ചാപ്പ് മാസ്റ്റർ, PK ടൂപ്പ് MLA, UV തോമസ് തുടങ്ങിയവരുടെ പേരിൽ സ്മാരകങ്ങൾ പണിയാനായിട്ട് തീരുമാനമെടുത്തു. അതിൽ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കേണ്ടതും ഈ എംബ്രാന്തിരി സ്വാമിക്ക് തന്നെയായിരുന്നു. ചരിത്രത്തിലേക്ക് ഞാനിനി പോകുന്നില്ല. പക്ഷേ ഈ എംബ്രാന്തിരി സ്വാമിയുടെ പേരിൽ പോട്ട മാർക്കറ്റിനോട് സമീപം, മിനി മാർക്കറ്റിനോട് സമീപം അവിടെയുള്ള സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയാനാണ് തീരുമാനമെടുത്തത് അദ്ദേഹത്തിൻ്റെ പേരിൽ. അതിനുവേണ്ടി 50 ലക്ഷം രൂപ മാറ്റിവെച്ചു. മറ്റ് പലരുടെയും MP MLA അടക്കമുള്ളവരുടെ ഫണ്ടുകൾ ഇതിലേക്ക് ഉപയോഗിക്കാമെന്നൊക്കെ നിർദ്ദേശങ്ങൾ വന്നു. അങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് ഉദ്ഘാടന മാമാങ്കം നടന്നു, ശിലാസ്ഥാപന കർമ്മങ്ങൾ, അങ്ങനെ ഒരുപാട് പരിപാടികൾ നടന്നു. എന്നാൽ ഈ എംബ്രാന്തിരി സ്വാമിക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്ന സ്ഥലം ഇപ്പോൾ കെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന് മാറ്റി വെച്ചിട്ടുള്ള 50 ലക്ഷം രൂപ ഇപ്പോൾ ഇല്ല, ഒന്നുമില്ല. അതൊക്കെ അപ്പോൾ മറ്റ് പദ്ധതികൾക്ക് വേണ്ടി വക മാറ്റി ചെലവഴിച്ചിരിക്കുന്നു. ഇപ്പോൾ ആകെയുള്ളത് 1 രൂപയുമില്ല. നമ്മൾ ചരിത്രത്തോട് നീതി പുലർത്തുക എന്ന് പറയും. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മനുഷ്യരോട് നമ്മൾ ഇതുപോലെ ഏറ്റവും അപമാനകരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തരുത്. ഞാൻ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ ആദരണീയനായിട്ടുള്ള വത്സൻ ചമ്പക്കര കൗൺസിലർ ഈ വിഷയം ഉന്നയിച്ചു. നിങ്ങൾക്കറിയോ, ആ പോട്ട ധന്യ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വഴിയുണ്ട്, നമ്മുടെ ഈ മിനി മാർക്കറ്റിലേക്കൊക്കെ പോണ ആ വഴി ചെല്ലുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ വരുന്നത് എന്നാണ് എൻ്റെ ഒരു ആശയമായിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല. അത് ആ റോഡ് ചെല്ലുന്ന ദേശീയപാതയുടെ സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡിൽ നിന്നും നല്ല ഉയരത്തിലാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണ സ്കെച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ സർവീസ് റോഡിൽ നിന്നും പൊക്കത്തിലാണ് ഇതിൻ്റെ നേരെ കയറുന്നത്. അത്രയും ഉയരത്തിലാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സ്ഥിതി. ആ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അടിഭാഗത്ത് ഭക്ഷണശാല, അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള സ്കെച്ചാണ് ഇതിന് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ അതിനുള്ളൊരു കുഴപ്പമുണ്ട്. അതിനെന്താ കുഴപ്പം? അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു കാന പോകുന്നുണ്ട്. ഈ കാനമേ ഇടാനായിട്ടുള്ള കവറിങ് സ്ലാബുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിനുള്ള ഭാഗത്ത് പൈലിംഗ് നടത്തി പാർശ്വഭിത്തി ഉറപ്പിക്കണം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്.
പക്ഷേ ഇതിനുള്ള ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പം ഇല്ല. എന്തൊരു ലജ്ജിപ്പിക്കുന്ന ലജ്ജാകരമായൊരു സംഭവമാണ്. നമ്മളിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം പണിതില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് പ്രഖ്യാപനം നടത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളല്ലേ ഈ അപമാനിക്കുന്നത് ചാലക്കുടി നഗരസഭ. അതും അദ്ദേഹം നെഞ്ചിലേറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ചാലക്കുടി നഗരസഭ ഭരിക്കുമ്പോഴാണ് ഈ കാണിക്കുന്നത്. എന്തുണ്ടായി? ഒരു ടൈമിൽ ഇവിടുത്തെ ഒരുപാട് നിയമസാങ്കേതിക പ്രശ്നം പറഞ്ഞ് അതിനെ തട്ടി കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ ശ്രീ എബി ജോർജ് ഒരു പ്രഖ്യാപനം നടത്തി, ഇതിൻ്റെ പൈലിങ്ങുമായി ബന്ധപ്പെട്ട കാശുകൾ ഞാൻ തരാം. അതൊരു സ്വാഗതാർഹമായിട്ടുള്ള സംഗതിയായിരുന്നു. പക്ഷേ എന്ത് പറ്റി? അതിനുശേഷം വരുന്ന ശ്രീ ഷിബു ആലപ്പനോ അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ആലീസ് ഷിബുവോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഇടപെടൽ നടത്തുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സാധനം പ്രഖ്യാപിച്ചിട്ട് ഇത്ര നാളായതുകൊണ്ട് ഞാൻ ഇനി ഈ പൈസ തരില്ല. ഇപ്പോൾ വീണ്ടും അതിനുള്ള ഫണ്ട് വയ്ക്കാനും അതിൻ്റെ പരിപാടികൾക്കും വേണ്ടിയിട്ടാണ് നീങ്ങുന്നത്. എംബ്രാന്തിരി സ്വാമിയോടുള്ള ഈ അവഗണന മനസ്സിലാകുന്നില്ല. ഈ ചാലക്കുടി നഗരസഭയ്ക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹത്തായ പ്രസ്ഥാനത്തിനും ഇത്രയേറെ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയെ സ്മാരകം പണിയെന്ന് പറഞ്ഞിട്ട് ഇനി അതിനേക്കാളും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ വിഷയം നഗരസഭയിൽ പലപ്പോഴും ഉന്നയിക്കുന്നത് LDF കാരാണെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു സംഗതി. 1-ാം വാർഡ് കൗൺസിലറായിട്ടുള്ള VJ ജോർജാണ് ഈ വിഷയം എടുത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിഘോഷിക്കപ്പെട്ട ഉദ്ഘാടന മാമങ്ങൾ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? എന്തിനാണ് ആ മനുഷ്യനെയും ആ മനുഷ്യൻ്റെ ആത്മാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എംബ്രാന്തിരി സ്വാമി എന്ന് പറയുന്ന ആ ആദരണീയനായിട്ടുള്ള കുടുംബാംഗങ്ങളെയും ഇങ്ങനെ അപമാനിക്കുന്നത് എന്തിനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചെയ്ത വ്യക്തികളെ അപമാനിക്കരുത്. സ്മാരകമണി എന്ന് പറഞ്ഞ് ആലീസ് ഷിബു വൈസ് ചെയർപേഴ്സണായ കാലത്ത് കുറേ പേരുടെ പേര് പറഞ്ഞ് ഇതിൽ സ്മാരകമണി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എംബ്രാന്തിരി സ്വാമി, CI ജോർജ്, മാധവൻ നായർ, അതുപോലെ തന്നെ കൊച്ചാപ്പ് മാസ്റ്റർ, PK ടൂപ്പ് MLA, UV തോമസ്. ഇപ്പോൾ മാധവൻ നായരുടെ മകനും മരിച്ചു, മാധവൻ നായരുടെ ഭാര്യയും മരിച്ചു. നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ കാണുന്ന ഒരു അനുഭവമായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഇത് വലിയ അവഗണനയാണ്. ഈ ചാലക്കുടിയാക്കി മാറ്റാൻ വേണ്ടി കർമ്മമണ്ഡലങ്ങളിൽ നിശ്ചലമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഈ ചെയർമാന്മാരുടെ ഇവരുടെ പേരിൽ സ്മാരകം പണിയെന്ന് പറഞ്ഞിട്ട് അതിൽ ആദ്യം തന്നെ പ്രഥമ പരിഗണന കൊടുക്കേണ്ട ഈ PT എംബ്രാന്തിരി സ്വാമിയുടെ സ്മാരകം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഹാള് ഇപ്പോഴും എവിടെയാണാവോ? അതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സ്കെച്ചിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫണ്ട് കണ്ടെത്താനും മറ്റു കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ ₹1 പോലും ഇല്ലാതെ ഈ പരിപാടിക്ക്, ഈ പദ്ധതിക്ക് അന്നത്തെ ഇതിലെ ചില വിഷയങ്ങൾ ഉയർത്തി കാണിച്ചു. കാരണം ഫണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പണി തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ അതിൽ കർശനമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ₹1 പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു. ₹1 പോലും ഇല്ലാത്ത രീതിയിൽ ഈ എംബ്രാന്തിരി സ്വാമിയുടെ ഈ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ഇതിങ്ങനെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണ്. എനിക്ക് പോട്ടക്കാരോട് പറയാനുള്ളത്, ഈ ചാലക്കുടിയിലുള്ള ഏത് രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാലും പോട്ടക്കാർക്ക് ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ആദരണീയനായ മനുഷ്യനോട് ഈ ചെയ്യുന്നത് തികച്ചും നീതികേടാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ പോലും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എംബ്രാന്തിരി സ്വാമിയുടെ സ്മാരകം വരണം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനവും ചാലക്കുടി നഗരസഭയും നേതൃത്വം കൊടുക്കണം. അതിനുവേണ്ടി വെച്ചേക്കുന്ന പൈസ വകമാറ്റി ചെലവഴിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. 50 ലക്ഷം രൂപ നമ്മൾ 2023 വെച്ചിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ നടപടിക്രമങ്ങളും ടെൻഡറും കഴിഞ്ഞു. അത് ഒരു കരാറുകാരൻ എടുത്താണ്. ഈ വർക്ക് നടപ്പിലാക്കണമെങ്കിൽ പിന്നീടാണ് കണ്ടെത്തിയത് ഇതിന്റെ എസ്റ്റിമേറ്റില് 6 പൈല് വർക്കുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് കണ്ടെത്തിയത്. സഭാന ഉണ്ടായിരുന്ന സമയത്താണ് അത് പൈലിനെ നടത്താൻ പറ്റില്ല, നമുക്ക് പൈല് വർക്കുകൾ വേണമെന്ന് കണ്ടെത്തി. 50 ലക്ഷം രൂപയില് ഈ എസ്റ്റിമേറ്റ് ഇല്ലാത്ത മൂലം അത് വീണ്ടും അതിന് ആവശ്യമായിട്ടുള്ള പൈസ വേണ്ടി വരും എന്ന് പറഞ്ഞ് പണ്ടത്തെ ചെയർമാൻ എബി ജോർജ് പറഞ്ഞു, ആ പൈലിംഗ് വർക്കിന് ആവശ്യമുള്ള പൈസ ഞാൻ പേഴ്സണലി തരാം, അത് എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും അത് കൗൺസിലെ അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന്റെ പിന്നാലെ കുറെ നടന്നതിന് ശേഷം ഈ പണികളൊന്നും വീണ്ടും 2 വർഷം കൊണ്ട് നടന്നില്ല. അന്ന് സമാന നടത്തിച്ചില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോ വീണ്ടും അദ്ദേഹം ഒരു കത്ത് കൊടുത്തു. ഞാൻ 2 വർഷം കാത്തിരുന്നിട്ടും ഇതിന്റെ പണികൾ ആരംഭിക്കാത്തതുകൊണ്ട് ഞാൻ ഇനി പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും കത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും അത് നഗരസഭ തന്നെ ആ പണം വെച്ചുകൊണ്ട് അതിന്റെ ആവശ്യമായിട്ടുള്ള പണം വെച്ചുകൊണ്ട് ഇത് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൗൺസിലിൽ ഞാനൊരു ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ലക്ഷം രൂപ നമ്മുടെ പദ്ധതിപ്പെടുത്തി വെച്ചു. ഈ 3 ലക്ഷം രൂപയുടെ പദ്ധതി വെച്ചിട്ട് ഈ ടെൻഡർ ചെയ്ത ഈ നടപടി സംബന്ധിച്ച് കോട്ടയിലുള്ള ഞങ്ങളായിട്ടുള്ള കൗൺസിലർമാരോടൊന്നും ആലോചിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ. ഇത് വച്ചു കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിപ്പിക്കാനായിട്ട് ആ കരാറുകാരനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കേണ്ട കാര്യമുള്ളൂ, വേറെ ആരെങ്കിലും വെച്ചിട്ട് ചെയ്യിപ്പിക്കാത്ത കാര്യമുള്ളൂ. ശരി, എടുത്തില്ല. ഇങ്ങനെ കവർ സ്ലാബിന് വേണ്ട ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടുകൊണ്ട് ആ പൈലന്മാർക്ക് റിട്ടേൺ ബോർഡ് പറയുന്നതോടൊപ്പം തന്നെ ഈ തോടിന് വേണ്ട കവർ സ്ലാബിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റും കൂടി നിങ്ങൾ എടുക്കണം. നിങ്ങൾ എന്നും തൊടാതെ കളിക്കരുത്. ഉത്തരവാദിത്ത ഇൻഡിവിജ്വൽ ഓഫീസേഴ്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ അതെന്താ ചെയ്യാത്ത? ഈ പദ്ധതി നടപ്പിലാക്കാനാണ് എന്തെങ്കിലും കാണിച്ചു ട്രാൻസ്ഫർ ചെയ്ത് പോയി അടുത്ത വരുന്ന ആൾക്ക് ഈ ബാറ്റ് കൈമാറും. അങ്ങനെ ബാറ്റ് കൈമാറി
ഇനി എത്ര കൗൺസിൽ കഴിയണം ഇത് തുടങ്ങണമെങ്കിൽ? അപ്പൊ എന്ത് തന്നെയായാലും ഈ കവർ സ്ലാബ് റിട്ടേൺ കവർ സ്ലാബിന്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി എടുത്തുകൊണ്ട് ഇനി പൈസ വയ്ക്കുമ്പോ ആ കവർ സ്ലാബിനുള്ള പൈസയും കൂടി 50 ലക്ഷം രൂപ കൂട്ടി അത് വച്ചുകൊണ്ട് നമുക്ക് ഈ പണി ആരംഭിക്കണം.